ഹായ് മക്കളെ, 4ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്, ഇതിലെ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു. ഇത് കിച്ചുവിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ദ ബ്രേവ് റാബിറ്റ്. ആരാണ് കിച്ചു? ഒരു ബുദ്ധിമാനായ റാബിറ്റാണ്. റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുയലാണ്. ബുദ്ധിമാനായ ഒരു മുയലിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇത്. ഹൂസ് ഹീറോയിക് ആക്ഷൻസ് സേവ് ദ ലീവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല ഒരു ഹീറോയിക് ആക്ഷനോട് കൂടിയിട്ട് തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണ് ആര്? റാബിറ്റ്. ഈ ഒരു കിച്ചു റാബിറ്റ് എന്ന് പറയുന്നത്. കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മെർച്ചൻറ്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. അപ്പോൾ ഒരു ലിറ്റിൽ മാർക്കറ്റിലെ വളരെ അറിയപ്പെടുന്ന ഒരു വെജിറ്റബിൾ മെർച്ചൻറ്റ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരനായിരുന്നു നമ്മുടെ കിച്ചു റാബിറ്റ്. His shop was filled with fresh vegetables like carrot, cabbage, pumpkin, bitter gourd and spinach. അപ്പോൾ ഈ കിച്ചു റാബിറ്റിൻ്റെ ഷോപ്പിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഫ്രഷ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റും ക്യാബേജും, പംകിൻ എന്ന് പറഞ്ഞാൽ മത്ത, പിറ്റർ ഗോഡ് എന്ന് പറഞ്ഞാൽ പടവലങ്ങ, അതുപോലെ സ്പിനാച്ച്, ചീര, ഇതൊക്കെ ഉണ്ടായിരുന്നു. വൺ ഡേ ചിന്നു എ ലിറ്റിൽ ഗേൾ കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. അപ്പോൾ ഒരു ദിവസം ചിന്നു എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ആ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഇതാണ് ചിന്നു എന്ന് പറയുന്നത്. പിന്നെന്താ സംഭവിച്ചത്? ഹി നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിങ് സംതിങ്. അപ്പോൾ നമ്മുടെ കിച്ചു റാബിറ്റ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിന്നു എന്തോ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഹി കുഡിൻറ്റ് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഓ മൈ ഡിയർ കിച്ചു, മൈ ഫാദർ ഡസൻ ഹാവ് എനി മണി വിത്ത് ഹിം. അപ്പോൾ നമ്മുടെ ചിന്നു പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട കിച്ചു, എൻ്റെ അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ല. ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. പക്ഷേ എന്താണ്, ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു ആൻഡ് ഗിവ് മീ. ഈ മിറർ നീ വെച്ചോ, എന്നിട്ട് എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് തായോ. സം പംകിൻസ്, ക്യാരറ്റ് ആൻഡ് ബീൻസ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? പംകിൻസും ക്യാരറ്റും ബീൻസുമാണ് വേണ്ടത്. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി. എപ്പോഴാണോ എൻ്റെ അച്ഛന് പൈസ കിട്ടുന്നത്, ഐ വിൽ പേ യു ആൻഡ് ടേക്ക് ദ മിറർ ബാക്ക്. അപ്പോൾ അത് ഞാൻ തന്നിട്ട് നിൻ്റെ ഈ മിറർ ഞാൻ തിരിച്ചെടുത്തോളാം. ഓക്കെ, ചിന്നു സൈഡ്. അപ്പോൾ ചിന്നു ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ്, അതാണ് ആ മിററാണ് ചിന്നുവിൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിച്ചു ടുക്ക് ദ മിറർ ഫ്രം ഹെർ ആൻഡ് കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് എ കോർണർ ഓഫ് ദ ഷോപ്പ്. അപ്പോൾ കിച്ചു എന്ത് ചെയ്തു? അത് ചിന്നുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ ഒരു കടയുടെ കോർണറിലായിട്ട് അത് വെച്ചു. ഹി ഗേവ് ഹെർ ഓൾ ദ വെജിറ്റബിൾസ് ഷീ വാണ്ടഡ്. അപ്പോൾ അവൾക്ക് എന്ത് വെജിറ്റബിൾസ് ആണോ വേണ്ടത് അതെല്ലാം നമ്മുടെ കിച്ചു കൊടുത്തു. ചിന്നു വെൻറ്റ് ബാക്ക് ഹോം ആപ്പിളി. അപ്പോൾ ചിന്നു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ദെൻ കിച്ചു ടുക്ക് ഔട്ട് ദ മിറർ ആൻഡ് ലുക്ക്ഡ്. അപ്പോൾ ആ കോർണറിൽ വെച്ചിട്ടുള്ള ആ മിറർ എന്ത് ചെയ്തു? കിച്ചു ഒന്ന് എടുത്തിട്ട് ഒന്ന് നോക്കി. ഹേ, വാട്ട് ഈസ് ദീസ്? ഹൂ ഈസ് ദിസ് ഇൻ ദ മിറർ? ഓ, എന്താണിത്? ആരാണ് ഇപ്പോൾ ഈ മിററിലുള്ളത്? ആ മിററിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മുഖത്തിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലേ? ഹി വാസ് പ്ലസ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദ മിറർ. അപ്പോൾ അവൻ്റെ തന്നെ ഇമേജ് ആ മിററിൽ കണ്ടപ്പോൾ അവനക്ക് വളരെയധികം സന്തോഷം തോന്നി. ആൻഡ് ഐ സോ ഹാൻസം, ഹി വണ്ടേർഡ്. ഞാൻ ഇത്രയും ഹാൻസം ആണോ എന്ന് അവന് ഒന്ന് അത്ഭുതപ്പെട്ടു. ഹി സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്. സന്തോഷത്തോടു കൂടിയിട്ട് അവൻ ഡാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫ്രം ദെൻ ഓൺ എവറി മോർണിംഗ് ഹി വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ് ലുക്കിംഗ് ഇൻ ദ മിറർ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യും കിച്ചു? ബ്രഷ് ചെയ്ത് മുഖമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ മിററിൽ വന്ന് നോക്കും. ഡേയ്സ് പാസ്ഡ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുൻകൻ വോൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. അപ്പോൾ കുൻകൻ വോൾഫ് എന്ന് പറയുന്ന ഒരു ചെന്നായ, വോൾഫ് എന്ന് പറഞ്ഞാൽ ചെന്നായ എന്ത് ചെയ്തു? ലിറ്റിൽ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അറ്റാക്ക്ഡ് ദ ഓൾ ദ എനിമൽസ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ആ മാർക്കറ്റിലെ എല്ലാ എനിമൽസിനെയും, എല്ലാ ജീവികളെയും ഈ കുൻകൻ വോൾഫ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങി. ദെൻ വൺ ഡേ കുൻകൻ വോൾഫ് കെയിം ടു കിച്ചു റാബിറ്റ് ഷോപ്പ്. അപ്പോൾ ഒരു ദിവസം കുൻകൻ വോൾഫ് ഈ കിച്ചുവിൻ്റെ റാബിറ്റ് ഷോപ്പിലേക്കും എത്തി.
ദെൻ ഹേയ് കിച്ചു ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. ഞാൻ നിന്നെ ക്രഷ് ചെയ്തിട്ട് കഴിക്കുമെന്ന് പറയാണ്. ദ എനിമൽസ് വേർ ഫ്രൈറ്റൻഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. അപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങൾക്ക് എന്ത് പറ്റി? അവർ പേടിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. സഡൻലി കിച്ചു ഗോട്ട് എൻ ഐഡിയ. പെട്ടെന്നാണ് കിച്ചുവിന് ഒരു ഐഡിയ തോന്നിയിട്ടുള്ളത്. മൈ ഫ്രണ്ട് ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. അപ്പോൾ പറയാണ് വുൾഫിനോട്, നമ്മൾ ആ ചെന്നായോട് പറയാണ്, നിൻ്റെ ട്രിക്കൊന്നും എൻ്റെ അടുത്ത് എടുക്കല്ലേ. ഇഫ് യു വാണ്ട് ടു ലീവ് ഗോ എവേ ഫ്രം ഹിയർ. നിനക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയാണ്. വാട്ട് വിൽ യു ഡു? ദ വുൾഫ് ആസ്ക്ഡ്. അപ്പോൾ ചെന്നായ ചോദിക്കുകയാണ്, നീ ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ഐ കാൻ ഡു എനിത്തിങ് ബട്ട് മൈ ഫ്രണ്ട് ജിഗു ദ വുൾഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. അപ്പോൾ പറയാണ്, ഞാൻ നിന്നൊന്നും ചെയ്യില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട് ജിഗു എന്ന് പറയുന്ന ഒരു ചെന്നായ ഈ ഷോപ്പിൻ്റെ ഉള്ളിലായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് പറയാണ്. ഹീ വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. അവന് നിന്നെ സ്മാഷ് ചെയ്യുന്ന നിങ്ങൾ കുഴച്ചിട്ട് അവൻ നിന്നെ പീസാക്കുമെന്ന് പറയാണ്. വുഡ് യു ലൈക്ക് ടു സീ ഹിം? കിച്ചു റാബിറ്റ് ആസ്ക്ഡ്. അപ്പോൾ കിച്ചു റാബിറ്റ് ചോദിച്ചു, നിനക്ക് അവനെ കാണണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യെസ് ഷോ മീ യുവർ ജിഗു, കുൻഗൻ വുൾഫ് ഡിമാൻഡഡ്. അപ്പോൾ കുൻഗൻ വുൾഫ് പറയാണ്, യെസ് എനിക്ക് അവനെ കാണണമെന്ന് പറയാണ്. ദെൻ കിച്ചു റാബിറ്റ് ടേൺ ആൻഡ് പിക്ഡ് അപ്പ് ദ മിറർ. അപ്പോൾ കിച്ചു എന്ത് ചെയ്തു? നേരെ തിരിഞ്ഞിട്ട് ആ മിറർ എടുത്തു. ഹി ബ്രോട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുൻഗൻ വുൾഫ്. അപ്പോൾ കുൻഗൻ വുൾഫിൻ്റെ മുഖത്തിന് നേരെ അത് തിരിച്ചു. ലുക്ക് ഹിയർ ഹീസ് ജിഗു, കിച്ചു സെഡ്. നീ നോക്ക്, ഇതാണ് ജിഗു എന്ന് പറയാണ് കിച്ചു. ഓ വാട്ട് എ ടെറിബിൾ ഫെലോ ഹീസ്. ഓ ഇതെന്ത് വൃത്തികെട്ട ഒരു സാധനമാണെന്ന് പറഞ്ഞു ആര്? നമ്മുടെ കുൻഗൻ വുൾഫ്. ഇഫ് ഹി കംസ് ഔട്ട് ഹി വിൽ ഫിനിഷ് മീ സീയിങ് ഹിസ് ഓൺ ഇമേജ്. അപ്പോൾ അവൻ്റെ തന്നെ ഇമേജ് കണ്ടിട്ട് പറയാണ്, ഇവൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നെ ഫിനിഷ് ചെയ്യും, എന്നെ അവസാനിപ്പിക്കുമെന്ന് പറയാണ്. കുൻഗുൾ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റിയൽ ജിഗു വുൾഫ്. അപ്പോൾ കുൻഗുൾ വുൾഫ് എന്താ വിചാരിച്ചത്? ഇത് ശരിക്കും ഇവൻ പറഞ്ഞ ആ ജിഗു വുൾഫ് ആണെന്നാണ് വിചാരിച്ചത്. കുൻഗൻ വുൾഫ് റാൻ അവേ ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്, ഹി നെവർ കം ബാക്ക്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് കുൻഗുൾ വുൾഫ് എന്ത് ചെയ്തു? അവർക്ക് ഓടാൻ പറ്റുന്ന അത്രയും ഫാസ്റ്റായിട്ട് അവിടെ നിന്നും ഓടുകയാണ് ചെയ്യുന്നത്. പിന്നെ അവൻ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ദെൻ കിച്ചു ബിക്കം എ റിയൽ ഹീറോ. അവിടെ കിച്ചു ഒരു റിയൽ ഹീറോ ആയിട്ട് മാറുകയാണ്. ഓൾ ദ എനിമൽസ് ബിക്കെയിം ഹാപ്പി. എല്ലാ ജീവികൾക്കും വളരെയധികം സന്തോഷം തോന്നുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചു റാബിറ്റിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇത് സിബി പള്ളിപ്പുറം എഴുതിയ ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമായോ? രസമുണ്ടല്ലേ? ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് നോക്കാം. പിക്ചർ സ്റ്റോറി കാർഡാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. പിക്ചർ സ്റ്റോറി കാർഡ് എന്ന് പറഞ്ഞാൽ പിക്ചർ തന്നിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ പിക്ചർ സ്റ്റോറി എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. അപ്പോൾ താഴെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. സം ഇവൻറ്റ്സ് ആർ ഗിവൺ. കുറച്ച് ഇവൻറ്റ്സും തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഇവൻറ്റ് അണ്ടർ ഈച്ച് പിക്ചർ ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പോൾ എന്താണ്, ചിലത് അവിടെ മിസ്സിംഗ് ആണ്, അത് നമ്മൾ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂടെ ഈ സ്റ്റോറിക്ക് നല്ലൊരു ടൈറ്റിലും കൂടെ കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ടൈറ്റിൽ നോക്കാം. ഇത് സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. ഇനി നമുക്കിത് വായിച്ചു നോക്കാം. ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. അപ്പോൾ ഇന്ന് പ്രിയയുടെ പുതിയ സ്കൂളിലെ ആദ്യത്തെ ദിവസം ആയിരുന്നു. പ്രിയാസ് മോം ഡ്രോപ്സ് ഹെർ അറ്റ് സ്കൂൾ. അപ്പോൾ പ്രിയയുടെ അമ്മ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹെർ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ടീച്ചറായിട്ടുള്ള നീന എന്ത് ചെയ്യാണ്? പ്രിയയെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി അടുത്ത പിക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് എഴുതാം? പ്രിയ സിറ്റ്സ് ബിസൈഡ് എ ഫ്രണ്ട്ലി ക്ലാസ്മേറ്റ്സ് ഹു സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഹെർ. അപ്പോൾ പ്രിയ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ അടുത്തിരുന്നു. അവർ പരസ്പരം സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. നെക്സ്റ്റ് എന്താണ്? എന്തോ ഫുഡ് കൊടുക്കുകയാണ് അല്ലേ. സോ നമുക്ക് എഴുതാം, ഡ്യൂറിങ് ലഞ്ച് എ ക്ലാസ്മേറ്റ് ഹെൽപ്സ് പ്രിയ ആൻഡ് ദേ ഷെയർ എ ഹാപ്പി മൊമെൻറ്റ്സ്. അപ്പോൾ ലഞ്ചിൻ്റെ സമയമായപ്പോൾ ഒരു ക്ലാസ്മേറ്റ് അവളെ ഹെൽപ്പ് ചെയ്തു. അവർ രണ്ടുപേരും ഒരു ഹാപ്പി മൊമെൻറ്റ് അവിടെ ഷെയർ ചെയ്യാണ് കാണുന്നത്. നെക്സ്റ്റ് ടോയ്ലറ്റിലേക്ക് പോകുന്നതാണ്. എ ഫ്രണ്ട് ഹെൽപ്സ് പ്രിയ ടു ദ ടോയ്ലറ്റ് ഷോയിങ് കെയറിങ് ആൻഡ് കൈൻഡ്നെസ്. അപ്പോൾ ഒരു ഫ്രണ്ട് പ്രിയയെ ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അവിടെ നമുക്ക് കെയറിങ്ങും അതുപോലെ തന്നെ കൈൻഡ്നെസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്താണ്? ഒരു വോളിബോൾ കൊടുക്കുകയാണ് അല്ലേ. സോ പ്രിയ ജോയിൻസ് ഹെർ ഫ്രണ്ട്സ് ഓൺ ദ ബാസ്കറ്റ് കോർട്ട്. അപ്പോൾ പ്രിയ ഫ്രണ്ട്സിൻ്റെ കൂടെ ബാസ്കറ്റ് കോർട്ടിൽ ജോയിൻ ചെയ്യുകയാണ്. ദ
പ്ലേ ആൻഡ് ഹാവ് ഫൺ ടുഗെദർ. അപ്പോൾ അവർ കളിക്കുകയും അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് കളിക്കും ചിരിക്കും ഒക്കെ ചെയ്യാണ്. എ ഫ്രണ്ട് ഹെൽപ്പ് പ്രിയ ടു ബൗൺസ് ദ ബോൾ. അപ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് എങ്ങനെയാണ് ഈ ബോൾ ബൗൺസ് ചെയ്യുക എന്നുള്ളത് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു നമ്മുടെ പ്രിയയെ. നെക്സ്റ്റ് വൺ എന്താണ്, ആളുകളൊക്കെ കാണുന്നുണ്ടല്ലേ ബാക്കിലായിട്ട് ബിഹൈൻഡായിട്ട്. സോ നമുക്ക് എഴുതാം, പ്രിയ ടേക്സ് പാർട്ട് ഇൻ എ ബാസ്കറ്റ് ബോൾ മാച്ച് ആൻഡ് സ്കോർസ് എ ഗോൾ വൈൽ ദ ക്രൗഡ് ചിയേഴ്സ്. അപ്പോൾ ഒരു വലിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ തന്നെ പ്രിയയ്ക്ക് എന്ത് ചെയ്തു, ബാസ്കറ്റ് ബോൾ മാച്ചിൽ നല്ല സ്കോറ് കിട്ടുകയും അവരൊക്കെ എന്താണ് അവരൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആഹ്ലാദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരാൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പളായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് പ്രിയ ഈസ് അവാർഡഡ് ബൈ ദ പ്രിൻസിപ്പൽ ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ ഫോർ ഹെർ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സിലെ ആ ഒരു ഇതിനു വേണ്ടി പ്രിൻസിപ്പൽ എന്താണ് പ്രിയക്ക് അവാർഡ് കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പിക്ചറും നോക്കി നമ്മളുടെ ഇമാജിനേഷനിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ് എന്നുള്ളതാണ്. ലാംഗ്വേജ് കൊണ്ട് നമുക്ക് കളിക്കാം. ഹിയർ ഈസ് എ വേർഡ് ഗ്രിഡ്. ഇതൊരു വേർഡ് ഗ്രിഡാണ്. വാട്ട് വേർഡ്സ് ക്യാൻ യു മേക്ക് ഫ്രം ദ ഗ്രിഡ്. ഒരു ഗ്രിഡിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് വേർഡ്സ് ഉണ്ടാക്കുന്നത് എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്തൊക്കെ വേർഡ്സ് നമുക്ക് കിട്ടും. ആൻഡ് എക്സാമ്പിൾ ഈസ് ഗിവൺ ഫോർ യു. ഐഡൻറ്റിഫൈ ദ അതർ വേർഡ്സ് ആൻഡ് സർക്കിൾ ദം. അപ്പോൾ ഇവിടെ ഒരെണ്ണം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. ഒരെണ്ണം ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്, യൂണിഫോം എന്നുള്ളതാണ് അല്ലേ. ഇനി മറ്റൊരെണ്ണം നോക്കാം, ഗ്ലോറി. ഓക്കെ, ഗ്ലോറി എന്നുള്ള ഒരു വാക്ക്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, കോർണർ. എന്താണ്, കോർണർ. പിന്നെ ഇവിടെ നോക്കൂ, ഫിയേഴ്സ്. ഇവിടെ ഫിയേഴ്സ് എന്നുള്ളത് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ ഡിവോഷൻ. ഓക്കെ, ഡിവോഷൻ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ റെസ്പെക്റ്റ് എന്ന് വരും. ഓക്കെ, റെസ്പെക്റ്റ്. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിംബൽസ് എന്ന് കിട്ടും, സിംബൽസ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം കിട്ടും, പ്രൊട്ടക്റ്റ് എന്ന് കിട്ടും. ഓക്കെ, പ്രൊട്ടക്റ്റ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി കൂട്ടുകാരെ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക, വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് ആണ് നോക്കാനുള്ളത്. നമുക്ക് എത്രയും വേഗം വീഡിയോ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.